ഇന്നലെ ഏഷ്യാനെറ്റിന് നരേന്ദ്രമോദി അനുവദിച്ച അഭിമുഖം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു മലയാളം വെർഷനുള്ള ശ്രമമാണ്. ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് 2014-ലും 2019-ലും കേവല ഭൂരിപക്ഷത്തോടുകൂടി ഈ രാജ്യത്ത് അധികാരം ലഭിച്ചു. ജനങ്ങളത് നൽകി. 2024-ൽ വീണ്ടും അതിനേക്കാൾ വലിയൊരു വിജയം ആവശ്യമാണെന്ന് നരേന്ദ്രമോദി പറയുന്നത് എന്തുകൊണ്ടാണ്? അതും രാജ്യത്തിൻ്റെ വളർച്ചയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവർക്ക് ഭരിക്കാൻ അവസരം ലഭിക്കുമ്പോൾ അവരുടെ പാർട്ടി ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച ന്യായമായ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കുകയെങ്കിലും വേണം. അതിൽ ഏത് പാർട്ടി എന്നില്ല, എല്ലാ പാർട്ടികളും ഈ രാജ്യത്തുള്ളത് ജനങ്ങളുടെ നന്മയ്ക്കും രാജ്യത്തിൻ്റെ പുരോഗതിക്കും വേണ്ടി തന്നെയാണ്. പക്ഷേ അവർക്ക് ഭരിക്കാൻ അവസരം കിട്ടുമ്പോൾ അവർ ആ ആശയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ജനങ്ങൾക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും അത് ചെയ്യണം. BJP എപ്പോഴും അതിനാണ് ശ്രമിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏതാണ്ട് 60 വർഷത്തോളം കോൺഗ്രസ്സിന് ഈ രാജ്യം ഭരിക്കാനുള്ള അവസരം ജനങ്ങൾ കൊടുത്തു. ഇന്നത്തെ കാലം പോലെയല്ല. അന്നത്തെ കാലത്ത് പ്രതിപക്ഷത്തു നിന്ന് ചോദ്യം ചെയ്യാൻ പോലും ആരുമുണ്ടാകാത്ത തരത്തിലുള്ള ജനപിന്തുണ അവർക്കുണ്ടായിരുന്നു. അത്രയധികം വലിയ വിജയം കോൺഗ്രസ്സിനുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തെ പോലെ മാധ്യമങ്ങളുണ്ടായിരുന്നില്ല, സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല. ആരും ചോദ്യം ചെയ്യാനില്ലാതിരുന്ന ഒരു വലിയ വിശാലമായ മൈതാനത്തിൽ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു. ഈ രാജ്യത്തിന് വേണ്ടി എത്ര വലിയ കാര്യങ്ങൾ വേണമെങ്കിലും അവർക്ക് യാതൊരു തടസ്സങ്ങളുമില്ലാതെ ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ അത്രയും വലിയ അവസരം കോൺഗ്രസ് കളഞ്ഞു കുളിച്ചു. അതിനുശേഷമാണ് 2013-ൽ ഞാൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാനെത്തുന്നത്. ആ സമയത്ത് ഒരുപാട് വലിയ ആരോപണങ്ങളിൽ വലഞ്ഞിരുന്ന കോൺഗ്രസിനെ ജനങ്ങൾ വെറുത്തിരുന്നു. അപ്പോൾ അവർക്ക് എന്നോടൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മോദി വന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് അവർ എനിക്ക് വോട്ട് ചെയ്തത്. എൻ്റെ ആദ്യ ഭരണകാലത്ത് 5 വർഷവും ഈ രാജ്യം ഭരിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് ലഭിച്ച അവസരം വളരെ കൃത്യമായി തന്നെ ജനങ്ങൾക്ക് സേവ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചു. അത് ജനങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷമാണ് 2019-ൽ എനിക്ക് അതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷം ജനം തന്നത്. കാരണം 2014-ൽ അത് ജനങ്ങൾക്ക് പ്രതീക്ഷയായിരുന്നെങ്കിൽ 2019-ൽ അത് ജനങ്ങളുടെ വിശ്വാസമായി മാറി. ഇത്തവണ 10 വർഷത്തെ നീണ്ട ഭരണത്തിന് ശേഷമാണ് ഞാൻ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. 2014-ൽ പ്രതീക്ഷയായിരുന്നെങ്കിൽ 2019-ൽ അത് വിശ്വാസമായി മാറിയെങ്കിൽ 2024-ൽ മോദി അവർക്ക് നൽകുന്നത് ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടി എന്നാൽ അത് വളരെ വലിയ ഉത്തരവാദിത്തമാണ്. ഞാൻ ഇതൊക്കെ ചെയ്തു തരും എന്നുള്ള എൻ്റെ ഉറപ്പാണ്. അതിനെനിക്ക് ബലം നൽകുന്നത് 13-14 വർഷം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലവും 10 വർഷം ഈ രാജ്യം ഭരിച്ച് ഉണ്ടായ ആത്മവിശ്വാസവുമാണ്. ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ കഴിയുമെന്ന വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തെ വളരെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഞാൻ ജനങ്ങൾക്ക് മുമ്പിൽ ഗ്യാരണ്ടി വെച്ചുകൊണ്ട് പറയുന്നത് എനിക്ക് കൂടുതൽ സീറ്റുകൾ വേണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് വലിയ വിജയം രാജ്യത്തിന് ആവശ്യമാണെന്ന് ഞാൻ പറയുന്നത്. മുമ്പുള്ള പല തിരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ പോലും ഇത്തവണയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇത്തവണ ഞാൻ പലയിടത്തും ചെല്ലുമ്പോൾ എനിക്ക് ജനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം, നരേന്ദ്രമോദി ഇത്തവണ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആലോചിക്കേണ്ട, നിങ്ങളുടെ വിജയത്തിന് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് ജനങ്ങൾ പറയുന്നതായാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം അവർക്ക് വിശ്വാസമുണ്ട്. മുൻകാലങ്ങളിൽ അവർക്ക് താരതമ്യം ചെയ്യാൻ ഒരു ഭരണകൂടം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്ത് അവർക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. UPA സർക്കാരിൻ്റെ കാലത്തെ 10 വർഷവും മോദി സർക്കാരിൻ്റെ കാലത്തെ 10 വർഷവും എന്തൊക്കെ മാറ്റങ്ങളാണ് അവർക്കുണ്ടായത്, ഈ രാജ്യത്തിനുണ്ടായത്. അവർ അഴിമതി ചെയ്തു, ഞങ്ങൾ ചെയ്തില്ല. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പുരോഗതി ഈ രാജ്യത്തിനുണ്ടായി, മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 10 വർഷം ചെയ്ത കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ എന്നെ അധികാരത്തിലെത്തിക്കാൻ എൻ്റെ പാർട്ടി പ്രവർത്തകരെക്കാൾ കൂടുതൽ മത്സരിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളാണ്. എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. രണ്ടാമത്തെ ചോദ്യം, താങ്കളുടെ ഭരണകാലത്ത് അധികം അഴിമതികളൊന്നും കേട്ടിട്ടില്ല. അത് സത്യമാണ്. പക്ഷേ EDയെ, അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കുന്നു എന്നൊരു ആരോപണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം? അതിന് മറുപടി അദ്ദേഹം ഈ രാജ്യത്ത് മോദിയുടെ ഭരണകാലത്ത് കഴിഞ്ഞ 10 വർഷവും അഴിമതി ഉണ്ടായില്ല എന്ന് പറയാനാണ് ശ്രമിച്ചത്. കഴിഞ്ഞ കാലങ്ങളായി തൊഴിൽ മേഖലയിൽ ഇൻ്റർവ്യൂകളിൽ ഒരുപാട് തരത്തിലുള്ള അഴിമതികളുണ്ടായിരുന്നു. ഞാൻ ക്ലാസ് 4 കാറ്റഗറിയിൽ ഇൻ്റർവ്യൂ പോലും വേണ്ടെന്ന് വെച്ചു. ഒരുപാട് അഴിമതി തടയാനുള്ള മാർഗ്ഗങ്ങൾ ടെക്നോളജി ഉപയോഗിച്ച് ഞാൻ ചെയ്തു. ഉദാഹരണമായി ഏറ്റവും കൂടുതൽ അഴിമതി ഉണ്ടാകുന്നത് ആദായ നികുതി മേഖലയിലാണല്ലോ. ഞാൻ അതിനെ ടെക്നോളജിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ചെയ്തു. കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു ടാക്സിനെ കുറിച്ചുള്ള ഫയൽ പരിശോധിക്കുന്നത് കമ്പ്യൂട്ടർ തിരഞ്ഞെടുക്കുന്ന ഏതോ ഒരു സ്ഥലത്തെ മറ്റൊരു സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരായിരിക്കും. ആരാണ് അത് ചെക്ക് ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയാൻ കഴിയില്ല. അങ്ങനെയാണ് ഞാൻ ആ സിസ്റ്റത്തെ മാറ്റിയത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു ഫയൽ
പരിശോധിക്കുന്നത് ഒരുപക്ഷെ ബംഗാളിലായിരിക്കാം, ബംഗാളിലൊരു ഫയൽ പരിശോധിക്കുന്നത് മഹാരാഷ്ട്രയിലായിരിക്കാം, മഹാരാഷ്ട്രയിലെ ഫയൽ പരിശോധിക്കുന്നത് ഡൽഹിയിലായിരിക്കാം. അങ്ങനെ ആ രീതിയിൽ ആരുടെ ഫയൽ ആരാണ് പരിശോധിക്കുന്നതെന്ന് ഒരാൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ടെക്നോളജി ഉപയോഗപ്പെടുത്തി കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി മനുഷ്യൻ്റെ ഇടപെടൽ കുറയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ അഴിമതി ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. അങ്ങനെ ഈ രാജ്യത്ത് പലതരത്തിൽ അഴിമതി ഇല്ലാതാക്കാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് മോദി പറഞ്ഞ് ആ ചോദ്യം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. EDയെ കുറിച്ച് അദ്ദേഹം പറയാൻ ശ്രമിച്ചില്ല. സ്വാഭാവികമായും ഇതിന് മറുപടി പറയില്ലേ എന്ന് സിന്ധു സൂര്യകുമാറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പരിഹാസ ചിരി ഇൻ്റർവ്യൂവിൽ കാണാമായിരുന്നു. ചോദ്യകർത്താക്കൾ വിടാൻ തയ്യാറായില്ല. വീണ്ടും ചോദിച്ചു, ഞങ്ങൾ ഉദ്ദേശിച്ചത് EDയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതിനെക്കുറിച്ച് താങ്കൾ പറയണമെന്ന്. നരേന്ദ്രമോദി പറഞ്ഞത് ഇപ്രകാരമാണ്: സത്യമായും എനിക്ക് ഈ കാര്യത്തിൽ വളരെ വലിയ നിരാശയാണുള്ളത്. കാരണം ഈ രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ട്രെയിനിൽ TTRനെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ടിക്കറ്റ് എടുത്തോ എന്ന് പരിശോധിക്കാനുള്ളതാണ്. തീർച്ചയായും അവരിൽ പലരും ടിക്കറ്റ് എടുത്തിട്ടുണ്ടാകും. ടിക്കറ്റ് എടുത്താൽ പോലും TTR വന്ന് ചോദിക്കും, നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്ന്. ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് ഭയമുണ്ടാകില്ല, ടിക്കറ്റ് എടുക്കാത്ത ആളുകൾക്ക് തീർച്ചയായും ഭയമുണ്ടാകും. ടിക്കറ്റ് എടുത്തോ എന്ന് ചോദിക്കേണ്ടത് TTRൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാനല്ല EDയും CBI ഒന്നും ഈ രാജ്യത്ത് ഉണ്ടാക്കിയത്, മുൻകാലത്തെ സർക്കാരുകളാണ്. അതുണ്ടാക്കിയത് ഈ രാജ്യത്ത് അഴിമതി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായി അവരവരുടെ ജോലി ചെയ്യുമ്പോൾ അതിനെ കുറ്റം പറയുന്നത് എന്ത് തരത്തിലുള്ള നീചമായ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിരാശനാണെന്ന് പറയുന്നത്. EDയും CBIയും ഒക്കെ വിവിധ കേസുകളിൽ ഈ രാജ്യത്തെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, EDയും CBIയും ഒക്കെ അന്വേഷിക്കുന്നതിൻ്റെ 97% ഈ രാജ്യത്തെ മറ്റു പല സ്ഥാപനങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചുമൊക്കെയാണ്. വെറും 3% കേസുകൾ മാത്രമാണ് രാഷ്ട്രീയ പ്രവർത്തകരെ ബന്ധിച്ചുള്ളത്. പക്ഷേ ആ 3% രാഷ്ട്രീയ പ്രവർത്തകരെ ചോദ്യം ചെയ്യുമ്പോൾ പോലും അത് അംഗീകരിക്കാൻ ഇവിടെ പലരും തയ്യാറാകുന്നില്ല. ബാക്കിയുള്ള 97% ഉദ്യോഗസ്ഥരും വ്യക്തികളുമൊക്കെ പലതരത്തിൽ പല കേസുകളിൽപ്പെട്ട് ജയിലിലാണ്. എന്താണ് അവരെക്കുറിച്ച് നിങ്ങൾക്കാർക്കും ഒരു വിഷമവുമില്ലാത്തത്? ഈ രാജ്യത്ത് ഇത്തരം ഏജൻസികളുള്ളത് ഈ രാജ്യത്ത് അഴിമതി ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. UPA സർക്കാരിൻ്റെ കാലത്ത് EDയുമായി ബന്ധപ്പെട്ട, അതായത് PMLAയുമായി ബന്ധപ്പെട്ട കേസുകൾ ആകെ ഈ രാജ്യത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നത് 1800 മാത്രമായിരുന്നു. എത്രത്തോളം വലിയ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിയിരുന്ന കാലത്ത് EDക്ക് ഇവിടെ എടുക്കാൻ കഴിഞ്ഞത് വെറും 1800 കേസുകൾ മാത്രമാണ്. എൻ്റെ സർക്കാരിൻ്റെ കാലത്ത് 5000-ലധികം കേസുകൾ ഇവിടെ ED രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. UPA സർക്കാരിൻ്റെ കാലത്ത് ED ഈ രാജ്യത്താകെ സെർച്ച് ചെയ്തത് വെറും 84 കേസുകളിൽ മാത്രമാണ്. എന്നാൽ എൻ്റെ സർക്കാരിൻ്റെ ഈ 10 വർഷത്തിൽ 7000-ലധികം സെർച്ചുകൾ ED നടത്തി. അതവരുടെ കാര്യക്ഷമതയല്ലേ കാണിക്കുന്നത്? അതിനെ അംഗീകരിക്കുകയല്ലേ വേണ്ടത്? മുൻ സർക്കാരിൻ്റെ കാലത്ത് വെറും 5000 കോടി രൂപ മാത്രമാണ് ഈ രീതിയിൽ ED റെയ്ഡ് ചെയ്ത് അറ്റാച്ച് ചെയ്തതെങ്കിൽ എൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ഏതാണ്ട് 1.25 ലക്ഷം കോടി രൂപയാണ് ഇത്തരത്തിലുള്ള അഴിമതി നിറഞ്ഞ പണം, കള്ളപ്പണം ED അറ്റാച്ച് ചെയ്തത്. അതിനെ അനുമോദിക്കുന്നതിന് പകരം അതിനെ കുറ്റപ്പെടുത്തുന്നത് എന്ത് തരത്തിലുള്ള രാഷ്ട്രീയമാണ്? നിങ്ങൾ പറയുന്നത് ഈ രാജ്യത്ത് അഴിമതി പാടില്ല, അഴിമതി നിർത്തണമെന്നാണ്. എന്നാൽ അഴിമതി നിർത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ, അതിനുവേണ്ടി അന്വേഷണ ഏജൻസികൾ യാതൊരു തടസ്സവുമില്ലാതെ അവരുടെ ജോലി ചെയ്യുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തുന്നത് എന്ത് തരത്തിലുള്ള രാഷ്ട്രീയമാണ്? ഒരു കാര്യം വളരെ കൃത്യമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഒരു തരത്തിലും ED അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസികളെ ഞാൻ എൻ്റെ ടൂളായി ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ ഉപകരണമാക്കി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വിട്ടിട്ടില്ല. അവരെ തീർച്ചയായും സ്വതന്ത്രമായാണ് വിടുന്നത്. മുൻകാലങ്ങളിൽ സ്വതന്ത്രമായി വിട്ടിരുന്നില്ല. ഇപ്പോൾ സ്വതന്ത്രമായി വിടുന്നത് കൊണ്ട് അവരവരുടെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ മറുപടി. മോദിജി, താങ്കൾ സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് ഇടപെടൽ നടത്തുന്നു. പക്ഷേ അതിനനുസരിച്ചുള്ളൊരു ഫലം താങ്കൾക്ക് ലഭിക്കുന്നില്ല എന്ന് പരാതിയുണ്ടോ? കാരണം കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും താങ്കൾ ഒരുപാട് തവണ അവിടെ വന്നു പ്രചാരണങ്ങൾ നടത്തി, പക്ഷേ അവിടെ പരാജയപ്പെട്ടു. സൗത്ത് ഇന്ത്യ താങ്കളെ നിരാകരിക്കുന്നു എന്ന അഭിപ്രായമുണ്ടോ? നോക്കൂ, BJPയെക്കുറിച്ച് എല്ലാ കാലത്തും പല രീതിയിലുള്ള ആരോപണങ്ങൾ പറയാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് BJP സവർണരുടെ പാർട്ടിയാണെന്ന്. എന്നാൽ സത്യമെന്താണ്? ഏറ്റവും കൂടുതൽ ദളിത് MLAമാരും MP മാരും മന്ത്രിമാരും ഉള്ളത് എൻ്റെ പാർട്ടിയിലാണ്. ഏറ്റവും കൂടുതൽ OBC MLAമാരുള്ളതും MP മാരുള്ളതും എൻ്റെ പാർട്ടിയിലാണ്. എൻ്റെ മന്ത്രിസഭ തന്നെ നോക്കിക്കോളൂ. ഏറ്റവും കൂടുതൽ OBC മന്ത്രിമാരും ഏറ്റവും കൂടുതൽ ദളിത് മന്ത്രിമാരുമുള്ളത് പഴയ ഏത് സർക്കാരിൻ്റെ കാലത്ത് വെച്ച് നോക്കിയാലും ഈ സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ളത്. പിന്നെ പറയാറുണ്ട് BJP നഗര കേന്ദ്രീകൃത പാർട്ടിയാണ്, ഗ്രാമങ്ങളിൽ BJPക്ക് വേരോട്ടമില്ലെന്ന്. ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങളിൽ വേരോട്ടമുള്ള പാർട്ടി BJPയാണ്. ഏറ്റവും കൂടുതൽ പ്രവർത്തകരും ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നതും ഇന്ന് BJPക്ക് ഗ്രാമങ്ങളിൽ നിന്നാണ്. ആ നെഗറ്റീവും ഞങ്ങൾ പൊളിച്ചു. പിന്നെ പറയാറുണ്ട് BJP ഒരു പഴയ പാർട്ടിയാണ്, ആധുനിക കാലത്തിനനുസരിച്ച് മാറുന്നില്ല എന്നൊക്കെ. എന്നാൽ ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ടെക്നോളജി ഉപയോഗിക്കുന്ന പാർട്ടിയും BJPയാണ്. ഏറ്റവും കൂടുതൽ ടെക്നോളജി ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന സർക്കാരും BJPയുടേതാണ്.
അതുപോലെ തന്നെയാണ് സൗത്ത് ഇന്ത്യയിൽ BJPക്ക് വേരോട്ടമില്ല എന്നുള്ള നിങ്ങളുടെ അല്ലെങ്കിൽ മറ്റു പലരുടെയും അഭിപ്രായം. നിങ്ങളിപ്പോഴും കണക്കെടുത്ത് നോക്കിക്കോളൂ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ MP-മാരുള്ള, സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MP-മാരുള്ള സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി BJP ആണ്. ഒഡീഷയിൽ 8, തെലങ്കാനയിൽ 4, കർണാടകയിൽ 26. ഇത് നിങ്ങൾ കാണുന്നില്ല. ചെറിയ ചെറിയ പാർട്ടികൾക്ക് അവരുടേതായ സംസ്ഥാനങ്ങളിൽ ചില പ്രാതിനിധ്യമുണ്ട്. പക്ഷേ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് BJP ആണ്. ദക്ഷിണേന്ത്യയിലെ ഏതാണ്ട് എല്ലാ പ്രാദേശിക പാർട്ടികളും തീർച്ചയായും വളരെ വലിയ അഴിമതിയാണ് നടത്തുന്നത്. അതുമാത്രമല്ല, അതെല്ലാം ഒരു കുടുംബാധിപത്യ പാർട്ടിയാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഓരോ സംസ്ഥാനത്തും അവരുടെ മക്കൾ 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 അങ്ങനെയുള്ള ഒരു കുടുംബ രാഷ്ട്രീയമാണ് നടത്തുന്നത്. ഉത്തരേന്ത്യയിൽ നിന്ന് കോൺഗ്രസിൻ്റെ യുവരാജാവ് ഓടി കേരളത്തിൽ വന്ന് അഭയം പ്രാപിച്ചിരിക്കുകയാണ്, വയനാട്ടിൽ. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, വ്യക്തമായി പറയുന്നു, വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് കഴിയുന്ന ഏപ്രിൽ 26 വേണ്ടി കാത്തിരിക്കുകയാണ് ആ യുവരാജാവ്. 26 വോട്ടെടുപ്പ് കഴിയുന്ന ദിവസം തന്നെ അദ്ദേഹം തീർച്ചയായും അവസാന ഘട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ യുവരാജാവ് മത്സരിക്കും. നിങ്ങൾ എഴുതി വെച്ചോളൂ. ഞാൻ പറഞ്ഞിരുന്നു, പ്രതിപക്ഷത്തെ പല പ്രധാനപ്പെട്ട നേതാക്കളും ഇത്തവണ പാർലമെൻറ്റിലേക്ക് മത്സരിക്കില്ല. കാരണം അവർക്ക് ജനങ്ങളെ നേരിടാൻ ഭയമാണ്. അവർ രാജ്യസഭയിലൂടെ എത്തുമെന്ന്. തീർച്ചയായും ഞാൻ പറഞ്ഞ് 2 ആഴ്ചകൾക്ക് ശേഷം കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാജ്യസഭയിലൂടെ എത്തി. ജനങ്ങളെ നേരിടാൻ അവർക്ക് ഭയമാണ്. അടുത്ത ചോദ്യം, കോൺഗ്രസ് ജനങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് പുതിയ വാഗ്ദാനങ്ങൾ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും 1 ലക്ഷം രൂപ കൊടുക്കും, സ്ത്രീകൾക്ക് 2000 രൂപ മാസം കൊടുക്കുമെന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? നോക്കൂ, ഇതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അഭിപ്രായം പറയാൻ താല്പര്യമില്ല. എനിക്ക് എൻ്റെ പാർട്ടിയെക്കുറിച്ചും എൻ്റെ സർക്കാരിനെക്കുറിച്ചും പറയാനേ താല്പര്യമുള്ളൂ. കാരണം നിരാശയുടെ പടുകുഴിയിൽപ്പെട്ട അവർ ജയിക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ കഴിയാത്ത എന്ത് വാഗ്ദാനവും അവർക്ക് ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാം. പക്ഷേ എൻ്റെ തീരുമാനവും എൻ്റെ പാർട്ടിയുടെ തീരുമാനവും എൻ്റെ സർക്കാരിൻ്റെ തീരുമാനവും ജനങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാതെ അവർക്ക് സൗജന്യങ്ങൾ വാരിക്കോരി കൊടുക്കുക എന്നുള്ളതല്ല. തീർച്ചയായും ഈ രാജ്യത്ത് സൗജന്യങ്ങൾ അർഹിക്കുന്ന ജനതയുണ്ട്. ഈ രാജ്യത്തിലെ ദാരിദ്ര്യം മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചില സഹായങ്ങൾ സർക്കാർ ചെയ്യേണ്ടതുണ്ട്. അത് വേറെ രീതിയിൽ ചെയ്യാനാണ് എൻ്റെ സർക്കാർ ആഗ്രഹിക്കുന്നത്. അത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തും ഞാൻ അങ്ങനെ തന്നെയാണ്, പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്തും അങ്ങനെ തന്നെയാണ്, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ സഹായങ്ങൾ ആവശ്യമുള്ള ആളുകൾക്ക് ഞങ്ങൾ ചെയ്യാറുമുണ്ട്. മുദ്രാ യോജന വഴി ഈടില്ലാതെ അവർക്ക് ലോൺ എടുത്ത് ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നു. കിസാൻ സമ്മാൻ നിധി വഴി വർഷം 6000 രൂപ അവർക്ക് കാർഷിക വിളകൾക്ക് കീടനാശിനി അടിക്കാൻ ഞങ്ങൾ നൽകുന്നു. 80 കോടി ആളുകൾക്ക് ഞങ്ങൾ സൗജന്യമായി അരിയും ധാന്യങ്ങളും നൽകുന്നു. പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന വഴി സാധാരണക്കാർക്ക് 80% വിലക്കുറവിൽ ഈ രാജ്യത്ത് മരുന്ന് വാങ്ങാൻ കഴിയുന്നു. 30-ലധികം മെഡിക്കൽ ഉപകരണങ്ങൾ അവർക്ക് ജൻ ഔഷധി ഔട്ട്ലെറ്റിൽ നിന്ന് 80% വിലക്കുറവിൽ വാങ്ങാൻ കഴിയുന്നു. ആയുഷ്മാൻ ഭാരത് യോജന എന്ന പദ്ധതി വഴി 5 ലക്ഷം രൂപ വരെ ചികിത്സ അവർക്ക് സൗജന്യമായി ലഭിക്കാൻ കഴിയുന്നു. ഈ രീതിയിൽ അവരുടെ ചിലവുകൾ കുറച്ച് അവരെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. PM വിശ്വകർമ്മ യോജന വഴി ഈ രാജ്യത്ത് കൈത്തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ഉപകരണങ്ങൾ വാങ്ങാനുള്ള പണം സർക്കാർ നൽകുന്നു. ഈ രീതിയിലാണ് അവരെ ശക്തിപ്പെടുത്താൻ BJP ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ താല്പര്യം എന്താണെന്ന് എനിക്കറിയില്ല. ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം തന്നെ നമ്മളെക്കാൾ കൂടുതൽ ഈ രാജ്യത്തോട് സ്നേഹമുള്ളവരാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊരിക്കൽ ചെങ്കോട്ടയിൽ നിന്ന് പറഞ്ഞു, ഗ്യാസിൻ്റെ സബ്സിഡി ഉപേക്ഷിക്കാൻ പറ്റുന്നവർ ഉപേക്ഷിക്കണമെന്ന്. പണം കൊടുത്ത് വാങ്ങാൻ കഴിവുള്ളവർ സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാതെ സബ്സിഡി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. 1 കോടിയിലധികം ആളുകളാണ് ഈ രാജ്യത്ത് എൻ്റെ വാക്ക് കേട്ട് സബ്സിഡി ഉപേക്ഷിച്ചത്. അവരുടെ കഴിവിനെ നമ്മൾ തള്ളിക്കളയരുത്, അവരെ നമ്മൾ കളിയാക്കരുത്. ഇത്തരം സൗജന്യ പ്രഖ്യാപനങ്ങൾ അവരെ കളിയാക്കുന്നതിന് തുല്യമാണ്. കോവിഡിൻ്റെ കാലത്ത് ജനങ്ങൾ എന്നോടൊപ്പം നിന്നത് അവർക്ക് എന്നിൽ വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ടാണ്. എന്തിന്, പ്രതിപക്ഷത്തുൾപ്പെടെയുള്ള എത്രയോ പാർട്ടി MP-മാരോട് ഞാൻ പറഞ്ഞു, കോവിഡ് കാലത്ത് നിങ്ങളുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ പോവുകയാണെന്ന്. അവരത് കേട്ടു, അവരതിന് തയ്യാറായി. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഫെസിലിറ്റിയാണ് ഒരു സർക്കാർ ഒരുക്കേണ്ടത്. അതാണ് എൻ്റെ സർക്കാർ ചെയ്യുന്നത്. മറ്റൊരു ഉദാഹരണമായി വൈദ്യുതി ബില്ല് കുറയ്ക്കുന്നതിന് വേണ്ടി LED ബൾബുകൾ കൊണ്ടുവന്നു. കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് 400 രൂപ വേണമായിരുന്നു ഒരു CFL വാങ്ങുന്നതിന്. മോദി സർക്കാരിൻ്റെ കാലത്ത് വെറും 40 രൂപയ്ക്ക് CFL വാങ്ങാനും കഴിഞ്ഞു. ഒരു മാസത്തെ വൈദ്യുതി ബില്ലിൽ ഏതാണ്ട് 30-40% വരെ LED ബൾബുകൾ കാരണം കുറയ്ക്കാനും കഴിഞ്ഞു. അതുമാത്രമല്ല, ഇപ്പോൾ PM സൂര്യഘർ എന്നൊരു പദ്ധതി ഞാൻ കൊണ്ടുവരുന്നുണ്ട്. സോളാർ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് 300 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകൾക്ക് സൗജന്യമായി വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. ആ രീതിയിലാണ് എൻ്റെ സർക്കാർ ജനങ്ങളെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ സൗജന്യങ്ങൾ കൊടുത്തുകൊണ്ടല്ല. സാധാരണ പൗരൻ്റെ ഏറ്റവും വലിയ ചിലവെന്ന് പറയുന്നത് ചികിത്സയും മരുന്നുകളുമാണ്. അതിൽ 80% കുറവ് വരുത്താൻ സർക്കാരിൻ്റെ PM ജൻ ഔഷധി എന്ന മെഡിക്കൽ സ്റ്റോറുകൾ വഴിയും ആയുഷ്മാൻ ഭാരത് യോജന എന്ന സൗജന്യ ഇൻഷുറൻസ് വഴിയും കഴിഞ്ഞു. അതാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര. അടുത്തത് സിന്ധു സൂര്യകുമാറിൻ്റെ ചോദ്യമായിരുന്നു. ഞാൻ കേരളത്തിൽ നിന്നുമാണ്, അതുകൊണ്ട് തന്നെ എനിക്കറിയേണ്ടത് കൂടുതലും കേരളത്തെക്കുറിച്ചാണ്. താങ്കൾ കേരളത്തിൽ തുടർച്ചയായി വരുന്നു. കേരളത്തിലെ സഹകരണ വകുപ്പിൽ
ഒരുപാട് ഇടപെടൽ നടത്തുന്നു. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷൻ ഉണ്ടാകുമോ? അതാണ് എനിക്കറിയേണ്ടത്. അതായിരുന്നു സിന്ധു സൂര്യകുമാറിൻ്റെ ചോദ്യം. അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: സഹകരണ മന്ത്രാലയത്തിൻ്റെ തട്ടിപ്പിൽ ഞാൻ ഇടപെടുന്നത് ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ മാത്രമാണ്, അല്ലാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തന നിലയിലല്ല. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഞാനത് ചെയ്തത്. ഞാനതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് കേരളത്തിലെ കർഷകരുടെ, തൊഴിലാളികളുടെ, ഉദ്യോഗസ്ഥരുടെ, മീൻപിടുത്തക്കാരുടെ, സാധാരണക്കാരുടെ പണമാണ് ഈ ബാങ്കിലുള്ളത്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് ചില രാഷ്ട്രീയ നേതാക്കൾ പ്രോപ്പർട്ടി വാങ്ങിക്കൂട്ടി അവരെ പറ്റിക്കുകയാണ്. മക്കളുടെ വിവാഹത്തിന് വേണ്ടി, പഠനാവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ അവർ സ്വരുക്കൂട്ടി ബാങ്കിൽ നിക്ഷേപിച്ച പണം ചില രാഷ്ട്രീയക്കാർ അവരുടെ താല്പര്യത്തിനനുസരിച്ച് എടുത്തുപയോഗിക്കുകയാണ്. അത് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? തീർച്ചയായും അത് ജനദ്രോഹമാണ്, സാധാരണക്കാർക്കെതിരെയുള്ള ദ്രോഹമാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനതിൽ കൂടുതൽ ശക്തമായി ഇടപെടാൻ തുടങ്ങിയത്. എനിക്ക് മനസ്സിലാകുന്നത് ഏതാണ്ട് 300-ലധികം ബാങ്കുകൾ കേരളത്തിൽ ഇടതുപക്ഷം നിയന്ത്രിക്കുന്നു എന്നാണ്. 1 ലക്ഷം കോടിയിലധികം രൂപ സാധാരണക്കാരുടെ പണം ഇത്തരം ബാങ്കുകളിലുണ്ട്. ആ പണം എന്തൊക്കെയോ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ആ പണം ഉപയോഗിച്ചുകൊണ്ട് ചില വ്യക്തികൾ, രാഷ്ട്രീയ നേതാക്കൾ തട്ടിപ്പ് നടത്തി പാവങ്ങളെ പറ്റിച്ച് പണമുണ്ടാക്കി വലിയ അഴിമതി നടത്തുന്നു. അതുകൊണ്ടാണ് അതിൽ തീർച്ചയായും ഇടപെട്ടത്. തീർച്ചയായും അതിൽ വളരെ വലിയ പോസിറ്റീവായ തീരുമാനങ്ങളുണ്ടാകും. ഞാൻ EDയോടും AGയോടും നിയമോപദേശം തേടിയിട്ടുണ്ട്. ഇങ്ങനെ ED അറ്റാച്ച് ചെയ്ത പണം നിക്ഷേപിച്ച സാധാരണക്കാർക്ക് തിരികെ കൊടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഭേദഗതി വരുത്തി സാധാരണക്കാർ നിക്ഷേപിച്ച പണം തിരികെ കൊടുക്കുക തന്നെ ചെയ്യും. ഒരു ബാങ്കിൽ നിന്ന് മാത്രം 90 കോടി രൂപയാണ് അറ്റാച്ച് ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കണം, ED ഈ സഹകരണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ ആകെ 17,000 കോടി രൂപയാണ് അറ്റാച്ച് ചെയ്തത്. 17,000 കോടി രൂപ. ഒരു ബാങ്കിൽ നിന്ന് മാത്രം 90 കോടി രൂപ. എത്രയോ സാധാരണക്കാരുടെ പണമാണത്. എത്ര വലിയ ചതിയാണ് സാധാരണക്കാരോട് ചെയ്യുന്നത്. ഇതൊക്കെ തട്ടിപ്പിലൂടെ സമാഹരിച്ച് എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് ഇത്തരത്തിൽ ജനങ്ങളെ പറ്റിക്കാൻ കഴിയുന്നത്? തീർച്ചയായും ഇതിന് തീർച്ചയായും നടപടി എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. സിന്ധു സൂര്യകുമാറിൻ്റെ അടുത്ത ചോദ്യം എന്നത് കേരളം സുപ്രീം കോടതി നൽകിയ പരാതിയെക്കുറിച്ചാണ്. കേരളം മാത്രമല്ല, കർണാടകയും പറയുന്നു ഇവിടുന്ന് കൊണ്ടുപോകുന്ന നികുതിയുടെ വളരെ ചെറിയ വിഹിതം മാത്രമേ കേരളത്തിലേക്ക് ലഭിക്കുന്നുള്ളൂ എന്നത്. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണെന്നായിരുന്നു. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. എൻ്റെ മനസ്സിലുള്ളത് ഭാരതം എന്ന രാജ്യം മാത്രമാണ്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോട് പ്രത്യേക മമതയോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോട് പ്രത്യേക സ്നേഹമോ വിദ്വേഷമോ ഒന്നും എനിക്കില്ല. അത് കാശ്മീരിലാണെങ്കിലും, ഗുവാഹത്തിയിലാണെങ്കിലും, ഗോവയിലാണെങ്കിലും, കേരളത്തിലാണെങ്കിലും, കർണാടകയിലാണെങ്കിലും അവിടെയുള്ള ഏറ്റവും അവസാനത്തെ ഗ്രാമങ്ങളിലെ വ്യക്തികൾക്ക് പോലും സർക്കാരിൻ്റെ പദ്ധതികൾ ലഭിക്കണം, അതിൻ്റെ സഹായം ലഭിക്കണം. അതിൽ ഒരു മാറ്റവുമില്ല. നിങ്ങൾ പറയൂ, ഹിമാലയത്തിൽ നിന്നാണ് രാജ്യത്തെ എല്ലാ നദികളും ഏതാണ്ട് ഉത്ഭവിക്കുന്നത്. ഹിമാലയം സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാനങ്ങൾ പറയുകയാണ് ഇവിടെ നിന്നാണ് ഞങ്ങൾ എല്ലാവർക്കും വെള്ളം തരുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഗുണം ഞങ്ങൾക്ക് മാത്രമേ നൽകാൻ പറ്റൂ എന്ന് ഒരു സംസ്ഥാനം പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ കൽക്കരി. നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദനത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൽക്കരിയാണ്. കൽക്കരി ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇല്ല. ബീഹാർ, ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിലാണ് കൽക്കരി ഏറ്റവും കൂടുതലുള്ളത്. ആ സംസ്ഥാനങ്ങൾ പറയുകയാണ് മറ്റൊരു സംസ്ഥാനത്തേക്ക് ഞങ്ങൾ തരില്ല കൽക്കരി, ഞങ്ങളുടെ ഉപയോഗത്തിനുള്ളതാണെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? ഈ ചിന്താഗതിയിലാണ് മാറ്റം ഉണ്ടാകേണ്ടത്. ഞാനിനി ഒരു കാര്യം പറയാം. എൻ്റെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ റവന്യൂ വിഹിതത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിരുന്നത് ആകെയുള്ള വരുമാനത്തിൻ്റെ 32% മാത്രമായിരുന്നു. ഞാൻ അധികാരത്തിലേറിയ ഉടൻ തന്നെയാണ് 15ാം ധനകാര്യ കമ്മീഷന് റിപ്പോർട്ട് വന്നത് 42% സംസ്ഥാനങ്ങൾക്ക് വിഹിതം നൽകണമെന്ന്. ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു ഇത്രയും വലിയൊരു തുക സംസ്ഥാനങ്ങൾക്ക് കൊടുത്താൽ തീർച്ചയായും കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല, വളരെ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും, സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. എനിക്കും സംശയങ്ങളുണ്ടായിരുന്നു. ഞാൻ പലരോടും ഡിസ്കസ് ചെയ്തു. എല്ലാവരും എന്നോട് പറഞ്ഞത് ഫിനാൻസ് കമ്മീഷൻ്റെ റിപ്പോർട്ട് അംഗീകരിക്കേണ്ടതില്ല എന്നാണ്. കാരണം ഫിനാൻസ് കമ്മീഷൻ്റെ റിപ്പോർട്ട് അംഗീകരിക്കണോ വേണ്ടയോ, 42% എന്നത് 40 ആക്കാം, 36 ആക്കാം, വേണമെങ്കിൽ അത് സ്വീകരിക്കാതിരിക്കാം, 32 തന്നെ നിലനിർത്താം. ഇതെല്ലാം ചെയ്യാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട്. പക്ഷേ ഞാൻ ആലോചിച്ചു, ഞാനും ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്, ഞാനും ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ 15ാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് പൂർണ്ണമായും അതുപോലെ അംഗീകരിക്കാൻ തീരുമാനിച്ചു. 42% പണം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. കാരണം ആ പണം കൊണ്ട് ആ സംസ്ഥാനങ്ങൾ വളരട്ടെ. സംസ്ഥാനങ്ങൾ വളരുമ്പോൾ ഓരോ സംസ്ഥാനം വളരുമ്പോഴും അതിൻ്റെ പുരോഗതി രാജ്യത്തിനാണ് ഉണ്ടാകുന്നത്. അവർക്കതിനുള്ള അവസരമാണ് ഞാൻ നൽകിയത്. ഞാനവിടെ അവരെ തടയാൻ പോയില്ല. ഇനി ഞാൻ കണക്കുകൾ കൂടി പറയാം. ഞാൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള 10 വർഷം UPA സർക്കാരിൻ്റെ 10 വർഷത്തിൽ കർണാടകയ്ക്ക് ലഭിച്ചിരുന്നത് 85,000 കോടി രൂപയായിരുന്നു. 10 വർഷം കേന്ദ്രവിഹിതമായി കർണാടകയ്ക്ക് നൽകിയിരുന്നത് 85,000 കോടി രൂപയായിരുന്നു. എൻ്റെ 10 വർഷത്തിൽ കർണാടകയ്ക്ക് നൽകിയത് 3 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര നികുതി വിഹിതമായി. UPA സർക്കാരിൻ്റെ കാലത്തെ 10 വർഷത്തിൽ തമിഴ്നാടിന് ലഭിച്ച കേന്ദ്രവിഹിതം 95,000 കോടി രൂപയായിരുന്നു.
എന്നാൽ എൻ്റെ സർക്കാരിൻ്റെ കാലത്ത് 10 വർഷം നൽകിയത് 3.5 ലക്ഷം കോടി രൂപയാണ്. കേരളത്തിൻ്റെ കാര്യം നോക്കിയാൽ UPA സർക്കാരിൻ്റെ 10 വർഷത്തിൽ കേരളത്തിന് ലഭിച്ച കേന്ദ്ര വിഹിതം 46,000 കോടി രൂപയാണ്. എന്നാൽ എൻ്റെ സർക്കാരിൻ്റെ കാലത്ത് 10 വർഷം കേരളത്തിന് നൽകിയ കേന്ദ്ര വിഹിതം 1.5 ലക്ഷം കോടി രൂപയാണ്. ഈ കണക്കുകൾ കള്ളം പറയാൻ പറ്റുമോ? ഇതെല്ലാം ബജറ്റിൽ രേഖകളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, UPA സർക്കാരിൻ്റെ കാലത്തെ 10 വർഷത്തിൽ കേരളവും തമിഴ്നാടും കർണാടകയുമൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിരുന്നു, പങ്കാളികളായിരുന്നു. എന്നിട്ട് പോലും അവർക്ക് ഇത്രയും തുകയെ നൽകിയുള്ളൂ. ഈ സർക്കാരിൻ്റെ ഭാഗമല്ലാതിരുന്നിട്ടും ഒരു തരത്തിലുള്ള രാഷ്ട്രീയത്തിന് ശ്രമിക്കാതെ ഞങ്ങൾ അവർക്ക് നൽകിയ തുകയുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എവിടെയാണ് ഇതിൽ വ്യത്യാസം നിങ്ങൾ കാണുന്നത്? എനിക്ക് വിഷമം തോന്നുന്നത്, സംസ്ഥാന പാർട്ടികൾക്ക് അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട്. കാരണം അവർക്കത് പറയാമല്ലോ. കാരണം തീർച്ചയായിട്ടും അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പക്ഷേ 10-60 വർഷം ഈ രാജ്യം ഭരിച്ചിരുന്ന ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിൻ്റെ ആളുകൾ, കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇത്തരത്തിലുള്ള പ്രാദേശികവാദം പറയുന്നത്, ഈ രീതിയിലുള്ള മനുഷ്യരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമങ്ങൾക്ക് എത്ര ദൗർഭാഗ്യകരമാണെന്ന് ആലോചിച്ച് നോക്കൂ. കർണാടകയിലൊരു MP തന്നെ പറയുന്നത്, ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് വേറെ രാജ്യം പോലെ സംസ്ഥാനങ്ങളെ മാറ്റണമെന്നാണ്. ആ തരത്തിലുള്ള വിഘടനവാദത്തെക്കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത്? എനിക്ക് പറയാനുള്ളത്, ഈ രാജ്യത്തെ ഭരണഘടനയെ മാനിച്ചുകൊണ്ട് വേണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരും സംസാരിക്കാൻ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും ഭരണം നടത്താൻ. ഭാരതം നമ്മുടെ രാജ്യമാണ് എന്ന് അംഗീകരിക്കണം. ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഓരോ സംസ്ഥാനങ്ങളും വ്യക്തികളും നേതാക്കളും തയ്യാറാകണം. തീർച്ചയായും ഇത്തരമുള്ള പ്രസ്താവനകൾ തീർത്തും ദൗർഭാഗ്യകരമാണ്. ഇങ്ങനെയുള്ള പ്രസ്താവന നടത്തുന്നവരെ നിയന്ത്രിക്കേണ്ടത് അതാത് രാഷ്ട്രീയ പാർട്ടികളാണ്. അതവർ ചെയ്യുന്നില്ലെങ്കിൽ ഗവൺമെൻറ്റിന് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അതുമാത്രമേ ഞാൻ ഈ കാര്യത്തിൽ പറയുന്നുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, അവിടെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ അവർക്ക് പണം നൽകിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, SDRF വഴി ആ സംസ്ഥാനത്തിന് നൽകേണ്ട 900 കോടി രൂപ കൊടുത്തതിന് ശേഷമാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു സംസ്ഥാനത്ത് പ്രകൃതി ദുരന്തം ഉണ്ടായാലും ഈ രാജ്യത്തിൻ്റെ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം അനുസരിച്ചുള്ള ഒരു ടീം അവിടെ പോയി വിസിറ്റ് ചെയ്ത് അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി, അവർക്ക് നമ്മൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ പണം ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് പഠിച്ച് അതിനുശേഷം അവർക്ക് ആവശ്യമുള്ള തുക നൽകും. തീർച്ചയായും ഇത് പരിശോധിക്കുന്ന രാഷ്ട്രീയക്കാരല്ല, മന്ത്രിമാർ പോയി സന്ദർശിക്കും. പക്ഷേ ഇതെല്ലാം പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന കമ്മിറ്റി എന്ന് പറയുന്നത് തീർത്തും പ്രൊഫഷണലായ ഉദ്യോഗസ്ഥരാണ്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ സഹായം നൽകുന്നത്. അങ്ങനെ റിപ്പോർട്ട് അനുസരിച്ച് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് സഹായം നൽകാൻ പറ്റില്ല. പക്ഷേ എന്നിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിയെടുത്ത് ആ സംസ്ഥാനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നൽകി. അത് വാങ്ങി വെച്ചതിന് ശേഷമാണ് ഈ രീതിയിൽ ദുരാരോപണങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം തന്നെ നോക്കൂ. അവർക്ക് കൃത്യമായി കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു. എന്നിട്ടും സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാൻ പോകുന്നു. ഇന്നത്തെ കാലത്ത് മോദി സർക്കാരിൻ്റെ കാര്യത്തിൽ ഫാഷനാണ് സുപ്രീം കോടതിയിൽ എല്ലാ കാര്യത്തിനും പോയി കേസ് കൊടുക്കുക. അവിടെ നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള പരാമർശങ്ങൾ വരുമ്പോൾ അത് വെച്ച് ആഘോഷിക്കുകയാണ്. കേരളം തന്നെ പോയില്ലേ? പോയിട്ട് സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്? ഇനി പറയാനൊന്നുമില്ലാത്ത തരത്തിൽ കണക്കിന് ശകാരം ലഭിച്ചു കേരളത്തിന്. പക്ഷേ എന്നിട്ടും അവരത് മനസ്സിലാക്കുന്നില്ല, പഠിക്കുന്നില്ല. അതാണ് പ്രശ്നം. പക്ഷേ എൻ്റെ വിഷമം എന്ന് പറയുന്നത്, ഇതൊക്കെ അവർ ചെയ്യുന്നത് രാഷ്ട്രീയ മൈലേജിന് വേണ്ടിയിട്ടാണ്, ജനങ്ങളെ പറ്റിക്കുന്നതിനും വോട്ട് ലഭിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിലെ സത്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ പറയേണ്ടത് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളാണ്. നിങ്ങളത് കൃത്യമായി ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ അതിനെയാണ് കുറ്റം പറയുന്നത്. രാഷ്ട്രീയക്കാർക്ക് ഒരുപക്ഷെ പല ലക്ഷ്യങ്ങളുണ്ടാവാം, പക്ഷേ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ സത്യമായി തന്നെ ജനങ്ങളോട് പറയേണ്ടതാണ്. അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. കേന്ദ്ര സർക്കാരിൻ്റെ പക്ഷം പറയണമെന്നോ സംസ്ഥാനങ്ങളുടെ പക്ഷം പറയണമെന്നോ ഞാൻ പറയുന്നില്ല. സത്യങ്ങൾ സത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, ഈ രാജ്യത്തെ ജനങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. അത് പറയാൻ നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കണം. അതാണ് എൻ്റെ അപേക്ഷ.